ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കായി ശാസ്ത്രീയ പരിശോധനാ ഫലം. റിപ്പോർട്ടർ പുറത്തുവിട്ട ശബ്ദരേഖകൾ രാഹുലും അതിജീവിതയും തമ്മിലുള്ളത് തന്നെയെന്ന് തെളിഞ്ഞു. ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടില്ലെന്ന് SITയുടെ നിർണായകമായ കണ്ടെത്തൽ. ഡബ്ബിംഗ് AI സാധ്യതകൾ തള്ളാമെന്നും നിഗമനം. UDF കൺവീനർ അടൂർ പ്രകാശാണ് ഏടൊക്കെ കാലമല്ലേ എന്ന് ഇത് AI ശബ്ദമാകാം എന്ന് സൂചന നൽകിയത്. തുടർന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ട ശബ്ദരേഖ നിഷേധിക്കാൻ നമ്മൾ പലതവണ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ചോദിച്ചു. അവസാനം വെല്ലുവിളി പോലും നടത്തി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോഴെല്ലാം മിണ്ടാതിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാമായിരുന്നു അത് തൻ്റെ ശബ്ദരേഖയാണെന്ന്. നമ്മളൊരു ഘട്ടത്തിൽ പറഞ്ഞു, ഏതെങ്കിലും തരത്തിൽ ഈ ശബ്ദരേഖ തെറ്റാണെന്ന് തെളിഞ്ഞാൽ, AI ആണെന്ന് തെളിഞ്ഞാൽ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കാം എന്ന് വരെ നമ്മൾ പറഞ്ഞു വെച്ചു. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ മൗനമായിരുന്നു. ഇപ്പോൾ ആ മൗനത്തിന്റെ കാരണം അത് രാഹുലിന്റെ ശബ്ദരേഖ തന്നെ. പബ്ലിക് ഡൊമൈനിൽ നിന്നെടുത്ത് രാഹുലിന്റെ ശബ്ദ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് നിർണായകമായ കണ്ടെത്തൽ. അതേസമയം ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ വലവിരിച്ചിരിക്കുകയാണ് പോലീസ്. എല്ലാ ജില്ലകളിലും SP-മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് തെരച്ചിൽ നടത്തും. ബുധനാഴ്ചയ്ക്ക് മുമ്പ് അറസ്റ്റ് ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം. സംശയമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്നും ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. DVR SIT കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കെയർ ടേക്കറെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ഹരിമോഹനും ഇക്ബാൽ അറയ്ക്കലും തത്സമയം ചേരുന്നുണ്ട്. ഹരി, വെരി ഗുഡ് മോർണിംഗ്. ഇക്ബാൽ, വെരി വെരി ഗുഡ് മോർണിംഗ്. ആദ്യം ഞാനൊന്ന് ഹരിയിലേക്ക് പോയാൽ, ഹരി, ആ ശബ്ദരേഖ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് എന്ന് ശാസ്ത്രീയമായി ഉറപ്പിച്ചിരിക്കുകയാണ്. പ്രാഥമിക പരിശോധനയിൽ പബ്ലിക് ഡൊമൈനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദവും റിപ്പോർട്ടർ പുറത്തുവിട്ട ശബ്ദരേഖയിലെ ശബ്ദവും ഒന്നു തന്നെയാണ് എന്നാണോ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ശാസ്ത്രീയ പരിശോധനയിലൂടെ? ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് അരുൺ. തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കണ്ടെത്തലും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുരുക്കുമുറുക്കുന്ന തെളിവുമായി ആ ശാസ്ത്രീയ പരിശോധനാ ഫലം മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ശബ്ദരേഖയുടെ ശാസ്ത്രീയ പരിശോധനയാണ് ഇന്നലെ മുതൽ ആരംഭിച്ചത്. തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് നടക്കുന്ന പരിശോധനയുടെ പ്രാഥമിക ഘട്ടം, അതായത് ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. നിലവിൽ യുവതിയുടെ ശബ്ദ സാമ്പിൾ നേരത്തെ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായതുകൊണ്ട് തന്നെ അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് പബ്ലിക് ഡൊമൈനിലുള്ള രാഹുലിന്റെ ശബ്ദം എടുത്തു വെച്ചാണ് അത് മാച്ച് ആകുമോ എന്നുള്ള പരിശോധന അന്വേഷണ സംഘം നടത്തിയത്. അത് മാച്ച് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അതായത് പ്രാഥമിക പരിശോധനയിൽ അത് രാഹുലിൻ്റെത് തന്നെ എന്നുള്ള നിഗമനത്തിലേക്ക് SIT എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ആദ്യഘട്ടത്തിൽ നടക്കുന്ന പരിശോധനയിൽ ഫലങ്ങൾ രണ്ടാം ഘട്ടത്തിൽ സാധാരണഗതിയിൽ തള്ളിപ്പോകാറില്ല. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലെ ആ പരിശോധനാ ഫലത്തെ വളരെ മുഖവിലക്കെടുക്കുകയാണ് അന്വേഷണ സംഘം എന്നുള്ളതാണ്. അതായത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഒളിവിലുള്ള ഒരാളുടെ ശബ്ദം എടുത്തുകൊണ്ട് അത് മാച്ച് ആകുമോ എന്നുള്ള പരിശോധന ഇതിനോടകം തന്നെ നടത്തിയിട്ടുള്ളത്. പ്രതി ഒളിവിൽ പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് ശബ്ദ സാമ്പിൾ നൽകാൻ വിസമ്മതിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ശബ്ദം എടുക്കാറുള്ളത്. അതാണ് ആ പരിശോധനയാണ് പോലീസ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുപ്രകാരം യുവതിയുടെ ശബ്ദം നേരത്തെ തന്നെ മാച്ച് ആവുകയും ചെയ്തിരുന്നു. അതുപ്രകാരം യുവതിയുടെയും രാഹുലിന്റെയും സംഭാഷണം തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് SIT എത്തുകയാണെന്നുള്ളതാണ്. ഇനിയിപ്പോൾ രാഹുൽ പിടിയിലാകുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും രണ്ടാം ഘട്ട പരിശോധന എന്നുള്ള നിലയ്ക്ക് രാഹുലിന്റെ നേരിട്ടുള്ള ശബ്ദ സാമ്പിൾ ശേഖരിച്ചുള്ള ഒരു അവസാനവട്ട പരിശോധന നടക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ SIT എത്തിയിരിക്കുന്ന നിഗമനം ആ ശബ്ദരേഖ ആധികാരികം തന്നെയാണ്. അതിനകത്ത് ഏതെങ്കിലും നിലയിലുള്ള ഡബ്ബിംഗ് നടന്നിട്ടില്ല, മാത്രമല്ല AI നടന്നിട്ടില്ല. അതായത് ഒരു രീതിയിലുള്ള കൃത്രിമവും അതിൽ നടന്നിട്ടില്ല എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെ SIT എത്തുന്നു എന്നുള്ളതാണ്. അതായത് യുവതി നൽകിയിട്ടുള്ള ശബ്ദരേഖകളിൽ പാതിയോളം ശബ്ദരേഖകളുടെ പരിശോധന പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ശബ്ദരേഖകളുടെ പരിശോധന ഇന്ന് പൂർത്തീകരിക്കും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അതായത് റിപ്പോർട്ടർ നേരത്തെ പുറത്തുവിട്ട ശബ്ദരേഖ തന്റേതല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് AI ആകാം എന്നൊക്കെയുള്ള ചില മറുപടികളൊക്കെ തന്നിരുന്നു. പക്ഷേ അതെല്ലാം പൂർണ്ണമായിട്ടും തള്ളുകയാണ് പ്രാഥമിക പരിശോധനാ ഫലം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം അരുൺ. ഓക്കെ, വളരെ നിർണായകമായ വിവരമാണ്. ശബ്ദരേഖ രാഹുലിൻ്റേത് തന്നെ എന്ന് തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി പുറത്തു വന്ന ശബ്ദരേഖ AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശബ്ദരേഖയാണെന്നൊക്കെ പറയാൻ നേതാക്കന്മാർ വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിലെ നേതാക്കൾ കൈവിട്ടിട്ടുണ്ട്.